ശബരിമല സ്വർണ്ണക്കവർച്ച കേസിന്റെ അന്വേഷണം തണുപ്പൻ രീതിയിലല്ലേ എന്ന് ഹൈക്കോടതി ചോദിച്ചു. പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷകൾ ഉടൻ പരിഗണിക്കാനാകില്ലെന്നും അവധിക്കാല ബെഞ്ച് അഭിപ്രായപ്പെട്ടു. ജാമ്യാപേക്ഷകൾ അവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റി. വീരുമായ രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, നമുക്കറിയാം ഇതുവരെയും സ്വർണ്ണക്കവർച്ചയിൽ അറസ്റ്റിലായ ഒരു പ്രതികൾക്കും ജാമ്യം നൽകിയിട്ടില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിൽ മാത്രം പത്മകുമാർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യൽ കൊണ്ട് അന്വേഷണം തണുപ്പൻ രീതിയിലാണെന്ന് ഹൈക്കോടതി വിമർശിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അമൽ, നേരത്തെയുള്ള ഒരു ബെഞ്ചിന്റെ പരാമർശം വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ് ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ അന്വേഷണം തണുപ്പൻ രീതിയിലല്ലേ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. ജാമ്യാപേക്ഷ പരിഗണിച്ച് ഉടൻ ജാമ്യം കൊടുക്കാനാകില്ല എന്നുള്ളൊരു നിലപാടും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. എല്ലാവരെയും പിടികൂടട്ടെ എന്നുള്ള ഒരു പരാമർശവും ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷകൾ പരിഗണിച്ചില്ല. പകരം റെഗുലർ ബെഞ്ചിലേക്ക്, അതായത് അവധിക്ക് ശേഷം റെഗുലർ ബെഞ്ച് ആ അപേക്ഷകൾ പരിഗണിക്കട്ടെ എന്നുള്ളൊരു നിലപാടാണ് ബെഞ്ച് സ്വീകരിച്ചത്. തുടർന്ന് അത് അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കാനായിട്ട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഒരു പരിധിക്കപ്പുറം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിന്റെ അന്വേഷണം പോകുന്നില്ല എന്നുള്ളൊരു വിമർശനവും മറ്റൊരു ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവധിക്കാല ബെഞ്ച് ഉടൻ തന്നെ ഈ ജാമ്യാപേക്ഷകൾ പരിഗണിക്കാനാകില്ല എന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ പത്മകുമാറിന്റെ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷകളിൽ പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്ന വാദം ദേവസ്വം ബോർഡ് കൂട്ടായിട്ടെടുത്ത ഒരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ മാത്രം കുറ്റപ്പെടുത്താനാകില്ല എന്നുള്ള ഒരു വാദമാണ് പത്മകുമാർ ഉന്നയിച്ചിട്ടുള്ളത്. ഗോവർദ്ധൻ ആണെങ്കിൽ ദേവസ്വം ബോർഡ് നിയമവിരുദ്ധമായിട്ട് അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു വാദം ഉന്നയിച്ചുകൊണ്ടും തട്ടിപ്പ് നടത്തണമെന്നുള്ള ഒരു ഉദ്ദേശം തനിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും ഇരു ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷം റെഗുലർ ബെഞ്ച് പരിഗണിക്കും. അമൽ.